ഇത് തന്നെ ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ. കുറേ നാളായിട്ട് ഇത് ചട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ പൂക്കളൊക്കെ ഉണ്ടായി വരുമ്പോൾ ഇത് തൂങ്ങി വരും കേട്ടോ, കാരണം ഭാരം കൂടിയിട്ട്. അപ്പം എനിക്ക് തോന്നി ഇത് വളർച്ചയില്ലാണ്ടിരിക്കുകയാണ് മുരടിച്ച്. അപ്പം എനിക്കിത് താഴെ നടാം, വേറെ രീതിയിലേക്ക് നട്ട് കൊടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നിലമൊക്കെ ഒരുക്കി ഒരു വലിയ കുഴിയൊക്കെ ഉണ്ടാക്കി കുഴിയിൽ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും കുറച്ച് കപ്പലണ്ടി പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടി ഒരു സ്ഥലത്ത് തന്നെ കുറേ നാളിരിക്കുമ്പോൾ എനിക്കത് ഇഷ്ടാവില്ല കേട്ടോ. കുറേ നാൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അത് കണ്ട് കുറച്ച് കഴിയുമ്പോൾ അത് ഇഷ്ടം തോന്നില്ല. അപ്പോൾ വേറെ രീതിയിലേക്ക് ആക്കാം. അതിപ്പോൾ ചട്ടിയിലായാലും നിലത്തായാലും ഞാൻ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ മാറ്റി വെക്കും കേട്ടോ. പല രീതിയിലേക്ക് ആക്കി വയ്ക്കും. അതെൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. അപ്പം ഞാനിത് ഈ ചെടി നടന്ന് പറിച്ചെടുക്കാനായിട്ട് എൻ്റെ തണ്ടിനും എൻ്റെ വേരിനും ഒന്നും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചും വേണം നമ്മളിത് പറിച്ചെടുക്കാനായിട്ട്. ഇത് കുറച്ച് നാളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരൊക്കെ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് വേര് പോവാതെയാണ് ഞാനത് പറിച്ചെടുക്കണേ. അപ്പം ഞാൻ ഇതിനായിട്ട് ഇത് ക്രീപ്പർ ആയതുകൊണ്ട് നമ്മൾ ഇതുമ്മേ കയറ്റി കൊടുക്കണം. അപ്പം അതിനുമായിട്ട് എനിക്കൊരു PVC പൈപ്പ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. PVC പൈപ്പ് കയറ് ചുറ്റിയതാണ്. അപ്പം അത് നമ്മൾ നന്നായിട്ട് താത്തി കുഴിച്ചിട്ട് ഉറപ്പിച്ച് കൊടുക്കണം. അപ്പം അതിനായിട്ട് വേരൊന്ന് പൊട്ടാണ്ട് എനിക്ക് കിട്ടിയിട്ടോ, ഒരു കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടി. അപ്പം ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി PVC പൈപ്പ് നമ്മൾ ശരിക്കും താത്തി കുഴിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും തണ്ടും ഇലകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ശരിക്കും താത്തിയാണ് കുഴിച്ചു കൊടുക്കണേ. അപ്പം അതിനായിട്ട് ഞാൻ കല്ലും ഒക്കെ വെച്ച് ഉറപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചേ ഇതിൻ്റെ ചുറ്റിനും എനിക്ക് കുപ്പികൾ, വേസ്റ്റ് കുപ്പി നമ്മുടെ വീട്ടിൽ വലിച്ചെറിയാണ്ട് ഉണ്ടാവണ കുപ്പികളുണ്ടല്ലോ, ആ കുപ്പികൾ കളയാതിരിക്കാൻ വേണ്ടി ചുറ്റും റൗണ്ടാക്കിയത് തിക്കായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുപ്പികൾ കുറവാണ്, 5-6 കുപ്പിയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുപ്പികൾക്ക് പകരം ഞാൻ 6 കുപ്പിയും വെച്ചുകൊണ്ട് ബാക്കിലത്തെ ഞാൻ എൻ്റെ അരേലിയ ഉണ്ടായിരുന്നു, അരേലിയ ചെറിയ ചട്ടിയായിട്ടുള്ളത് ആ ബോളാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ വെച്ച് ഫില്ല് ചെയ്തു. പിന്നെ ഈ ബ്രൈഡൽ ബൊക്കെ ഇങ്ങനെ ചുറ്റി കൊടുത്തതിൻ്റെ വയർ ടൈ വെച്ചിട്ട് ഞാൻ ടൈറ്റ് ആക്കാണ് കേട്ടോ. ഒത്തിരി ടൈറ്റ് അല്ല, എന്നാലും താഴേക്ക് ഊർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ നല്ല ഭംഗിയിലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ എന്തായാലും. അപ്പം ഇഷ്ടങ്ങൾ അറിയിക്കുക, ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് തന്നെ ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ. കുറേ നാളായിട്ട് ഇത് ചട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ പൂക്കളൊക്കെ ഉണ്ടായി വരുമ്പോൾ ഇത് തൂങ്ങി വരും കേട്ടോ, കാരണം ഭാരം കൂടിയിട്ട്. അപ്പം എനിക്ക് തോന്നി ഇത് വളർച്ചയില്ലാണ്ടിരിക്കുകയാണ് മുരടിച്ച്. അപ്പം എനിക്കിത് താഴെ നടാം, വേറെ രീതിയിലേക്ക് നട്ട് കൊടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നിലമൊക്കെ ഒരുക്കി ഒരു വലിയ കുഴിയൊക്കെ ഉണ്ടാക്കി കുഴിയിൽ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും കുറച്ച് കപ്പലണ്ടി പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടി ഒരു സ്ഥലത്ത് തന്നെ കുറേ നാളിരിക്കുമ്പോൾ എനിക്കത്